വിശിഷ്ടാതിഥിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അപമാനിതനായ പോലെ തോന്നി. സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിൻ്റെ 137 എപ്പിസോഡിലേക്ക് സ്വാഗതം. ചീഫ് ഗസ്റ്റിനെ സംഘാടകർ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചു. മുൻനിരയിൽ ഇരുന്നിരുന്ന ക്ഷണിതാക്കൾ ഓരോരുത്തരെ അദ്ദേഹം അടുത്തു ചെന്ന് ഹസ്തദാനം ചെയ്തു. അവർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോട് കുശലം പറഞ്ഞു. ഒരു വ്യക്തി മാത്രം അദ്ദേഹം കൈനീട്ടിയപ്പോൾ പ്രതികരിച്ചില്ല. കണ്ണിലേക്കൊന്ന് നോക്കുകയോ കസേരയിൽ നിന്നും എഴുന്നേൽക്കുകയോ ചെയ്തില്ല. വിശിഷ്ടാതിഥിക്ക് അത് വല്ലാത്ത ഷോക്കായി. വേദിയിലേക്ക് വിളിക്കുന്നതും കാത്ത് മുൻനിരയിലിരിക്കുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അപമാനിതനായ പോലെ തോന്നി. വല്ലാത്തൊരു ഈർഷ്യ ഇരച്ചു വന്നു. സംഘാടകരിൽ ഒരാൾ അടുത്തു വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ആ ഇരിക്കുന്നത് ഇന്ന ആളാണ്. അദ്ദേഹം ഞെട്ടി. സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റിട്ടാലും ആദ്യം പ്രതികരിക്കുന്ന ആൾ. സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ വളരെ ദൂരെ നിന്നും ഒരു സഹായിയെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. സഹായിയോ? അതെ സാർ, സാറിൻ്റെ ഈ കടുത്ത ആരാധകന് കണ്ണ് കാണില്ല. വിശിഷ്ടാതിഥി വല്ലാതായി. എത്ര വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടായത്. അദ്ദേഹത്തോട് തന്നെ പുച്ഛം തോന്നി. തയ്യാറാക്കി കൊണ്ടുവന്ന റിക്കവറി തിരിച്ചുവരവ് എന്ന പ്രസംഗം മടക്കി പോക്കറ്റിലിട്ട് വല്ലാത്തൊരു വികാരത്തോടെ അദ്ദേഹം പോഡിയത്തിന് മുന്നിൽ നിന്നു. അദ്ദേഹം തുടങ്ങി, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദ ഡേഞ്ചർ ഓഫ് അസംഷൻ അഥവാ അനുമാനങ്ങളിലെ അപകടം എന്ന വിഷയമാണ്. പ്രസംഗത്തിൽ അവിടെയുണ്ടായ അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ അനുമാനവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു സാമ്യവും ഉണ്ടാകണമെന്നില്ല. അനുമാനങ്ങളിലെ അപകടത്തെപ്പറ്റി എപ്പോഴും ഒരു കരുതൽ വേണം. ബൈ ഫ്രം KKG.